ഒരു ഇൻട്രോ തന്നെ ഞാൻ ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ എഞ്ചിൻ കാർഡ്. ഞാൻ ജസ്റ്റ് ഇതിൽ കയറി നിന്നിട്ടും സാധനത്തിന് ഒരു പ്രശ്നമില്ല. 6 മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഇറങ്ങിയാണെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നേലും ഏകദേശം ദിവസങ്ങളായിട്ടുള്ളൂ ഈ ഒരു സാധനം എൻ്റെ കൈ കിട്ടിയിട്ട്. അപ്പോൾ സാധനം എന്താണെന്നല്ലേ, നമ്മുടെ സ്പ്ലെൻഡറിൽ വെക്കാൻ പറ്റിയ നല്ല കിടിലൻ ലുക്കോട് കൂടിയിട്ടുള്ള ഒരു അണ്ടർബെല്ലാണ്. ഇങ്ങനെ ഒരു ഐറ്റം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇത് വെച്ചെന്ന് കരുതിയിട്ട് നമ്മുടെ വണ്ടിയുടെ എഞ്ചിന് യാതൊരു രീതിക്കുള്ള എയർ കിട്ടാത്ത പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് മാത്രമാണ്, അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ തിങ്ക്. പിന്നെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ലുക്ക് പോവോ അങ്ങനെയുള്ള ചിന്ത ഉണ്ടാവില്ലേ, പക്ഷേ ലുക്കിനും ഒരു കുറവില്ലാത്തൊരു സാധനമാണ്. പിന്നെ മൂന്നാമത്തെ തിങ്കാണ് ക്വാളിറ്റി. ഈ 3 സംഭവം വേണം, അതായത് നമ്മുടെ പർപ്പസ് ഓക്കെ ആവണം, ലുക്ക് വേണം, ക്വാളിറ്റി വേണം. ആ 3 സംഭവം അടങ്ങിയിട്ടുള്ള ഒരു കിടിലൻ സാധനം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നാലോ. അപ്പോൾ ഐറ്റം ഇതാണ്. അപ്പോൾ എനിക്കിത് കിട്ടിയത് MySpare.in എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് വാങ്ങിക്കും അതിന് തീരും മുമ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി കൊണ്ടായാലും ലുക്ക് കൊണ്ടായാലും അതുപോലെ പർപ്പസ്ഫുൾ മീൻസ് നമ്മുടെ സ്പ്ലെൻഡറിന് ആ ഒരു എഞ്ചിൻ ലെയർ കിട്ടാത്ത പ്രശ്നമുണ്ടല്ലോ. അതായത് കുറേ മുമ്പ് ധനുഷ്കോടി പോയി വണ്ടി വഴിയിലായി ലോറിയിലൊക്കെ കയറ്റി ട്രെയിനിലൊക്കെ കയറ്റി നാട്ടിൽ കൊണ്ടുവന്ന ഞാൻ ആദ്യം ആലോചിച്ചത് ഈ സാധനം എടുത്ത് കളയണമെന്നാണ് എന്നോട് വർക്ക്ഷോപ്പിൽ നിന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ. പക്ഷേ പിന്നെ എനിക്ക് തോന്നി ഇത് അല്ലാത്ത എൻജിൻ കാർഡ് കിട്ടുമോ, എൻജിൻ കാർഡ് ഇല്ലെങ്കിൽ വണ്ടിക്ക് ലുക്ക് ഉണ്ടാവില്ല, ലുക്കുള്ള സാധനം എൻജിൻ കാർഡ് വെച്ച് കഴിഞ്ഞാൽ വണ്ടീൻ്റെ ഹെൽത്തിനും ബാധിക്കും. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ ലുക്കും കിട്ടും, വണ്ടിയുടെ ഹെൽത്തിനൊക്കെ ബാധിക്കില്ല. അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇത് വണ്ടിയിൽ ചെയ്ത് ഇതിൻ്റെ ലുക്ക് കാണിച്ചു തന്നത് നമ്മളെ സാദിലാണ്. അരീക്കോടുള്ള സാദിൽ, ഓൻ്റെ ഒരു പർപ്പിൾ കളർ വണ്ടിയിൽ ആദ്യമായിട്ട് ചെയ്ത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ലുക്ക് എങ്ങനെ ഉണ്ടാവും, ഡിസൈൻ ഇതുപോലെയാണ് വരുന്നത്. കണ്ടില്ലേ, ഈ ഒരു ഷാർപ്പ് ഷേപ്പായിട്ടുള്ളൊരു നൈസ് ഡിസൈൻ കൊണ്ടായാലും പർപ്പസ് കൊണ്ടായാലും എല്ലാം കൊണ്ടും സാധനം നൈസാണ്. അപ്പോൾ ഈ ഒരു സംഭവം പരിചയപ്പെടുത്തി തരാൻ വേണ്ടി മാത്രമാണ് പേഴ്സണലി ഞാനിത് വാങ്ങിച്ചിട്ട് എൻ്റെ വണ്ടിക്കും പെയിൻറ്റ് ചെയ്യാൻ കൊടുക്കാനുള്ള പ്ലാനാണ്. എൻ്റെ വണ്ടി പെയിൻറ്റിങ്ങിലാണ് ഓൾറെഡി. അപ്പോൾ ഇതും കൂടെ കൊടുത്ത് പെയിൻറ്റ് ചെയ്യിക്കണം. അപ്പോൾ എനിക്ക് ഈ സാധനം കിട്ടിയത് MySpare.in എന്നാണ്. ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഇതിൻ്റെ മേലെ കയറിയിട്ടുള്ള ചെക്കിങ് കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇതിൻ്റെ മേലെ കയറി നിന്നിട്ടും സാധനത്തിന് ഒരു കുലുക്കുമില്ല, കിടിലൻ സാധനമാണ്. എനിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സാധനം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്നോട്. അന്ന് എഞ്ചിൻ പണി കിട്ടിയപ്പം എഞ്ചിനിലോട്ട് എയർ പ്രോപ്പറായിട്ട് കിട്ടുന്ന എഞ്ചിൻ കാർഡ് വല്ലതും അറിയോ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അന്നത്തെ മൂഡിൽ എഞ്ചിൻ കാർഡ് അയച്ചു മാറ്റാനുള്ള പ്ലാനില്ല. പിന്നെ എനിക്ക് തോന്നി എഞ്ചിൻ കാർഡ് ഇല്ലെങ്കിൽ വണ്ടിക്ക് ഒരു പ്രോപ്പർ ലുക്ക് കിട്ടൂല എന്നൊക്കെ. അപ്പോൾ ഈ ഒരു ഐറ്റം കണ്ടപ്പോൾ പിന്നെ ഞാൻ വിടാൻ നിന്നില്ല, നേരെ പോയി വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ ഔട്ട്ഡോർ പോയിട്ട് അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിനി, ഇതിൻ്റെ ക്വാളിറ്റി ചെക്കും അതുപോലെ ഇതുകൊണ്ടുള്ള ഇതിൻ്റെ ഫിറ്റിങ്ങൊക്കെ എങ്ങനെ വരുന്നത്, അതുപോലെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ, അതുപോലെ ഇത് സെറ്റ് ചെയ്ത വണ്ടിയൊക്കെ കാണണ്ടേ സ്പ്ലെൻഡറിൽ. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ഔട്ട്ഡോറിൽ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. ഇത് വെച്ച നമ്മുടെ സാദിലുണ്ടല്ലോ, ഓൻ്റെ ജസ്റ്റ് റിവ്യൂവും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇന്നത്തെ നമ്മൾ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയതെന്നാണ്. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറയുമ്പം വേറെ ഒന്നുമല്ല, നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ എഞ്ചിൻ കാർഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കിടിലൻ സാധനം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻട്രോ തന്നെ ഞാൻ ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ എഞ്ചിൻ കാർഡ്. ഞാൻ ജസ്റ്റ് ഇതിൽ കയറി നിന്നിട്ടും സാധനത്തിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ അതാണ്, പൊട്ടുന്നൊന്നുമില്ല, അത്രയ്ക്കൊരു ക്വാളിറ്റി ഉള്ള ഐറ്റം ആണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം ആദ്യമായിട്ട് സെറ്റ് ചെയ്തത് ഇവൻ്റെ വണ്ടിയിലാണ്. അപ്പോൾ എങ്ങനെയുണ്ട് സെറ്റ് ചെയ്തിട്ട്? എനിക്ക് സെറ്റ് ചെയ്തിട്ട് അടിപൊളിയാണ്, ചെയ്യാൻ വളരെ എളുപ്പമാണ്. മറ്റേ സെറ്റിൻ്റെ ഒക്കെ എഞ്ചിൻ കാർഡ് വെക്കുന്ന പോലെയല്ല, സാധാരണ 2 ഹോൾ കുത്തി ചെയ്താൽ മതി. ഹോൾ കുത്താലെ പോയിന്റ് ഇത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ എഞ്ചിനക്ക് എയർ കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ 2 ലുക്കും ഒക്കെ കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിനക്കുള്ള ഒരു എയറിനെ തടസ്സപ്പെടുത്തുന്ന രീതിക്കുള്ള സംഭവമൊന്നും ഇതിലില്ല. പക്ഷെ മറ്റേ തടസ്സപ്പെടുത്തുന്ന രീതിക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയൊരു രീതിക്കുണ്ട്. പക്ഷെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് എയർ തടസ്സമാവുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ. ഇത് വണ്ടിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ലുക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ലുക്ക് ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കി. ഈ ഒരു സാധനം നമ്മളെ MySpare.in എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ സാധനം അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് ഏകദേശം 1399, ഏകദേശം 1400 രൂപ. അപ്പോൾ അതിനുള്ള ക്വാളിറ്റി സാധനം ഉണ്ട്. അപ്പോൾ ഇത് നോൺ പെയിൻറ്റഡ് ആയിട്ടുള്ളൊരു ടൈപ്പ് അല്ലേ? അതെ, ഒന്ന് പെയിൻറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും. അപ്പോൾ ആ ഒരു രീതിക്കാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്ത സാധനമാണ് ഇത്, ആദ്യമായിട്ട് സ്പ്ലെൻഡറിൽ കയറ്റിയത് ഇത്. അപ്പോൾ ഇതാണ് ആ ഒരു ലുക്ക് വരുന്നത്. അപ്പോൾ വണ്ടിയുടെ എഞ്ചിനൊക്കെ എന്താ പറയുക, എഞ്ചിൻ ലൈഫൊക്കെ കൂടുതൽ ആഗ്രഹിക്കുന്നവർക്കും എഞ്ചിന് അങ്ങനെ കിട്ടുന്ന പ്രശ്നം അങ്ങനെ പ്രശ്നം ബുദ്ധിമുട്ടൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അത് കാരണം എഞ്ചിൻ പണി വരും എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള പേടിയുള്ള എഞ്ചിനൊന്നും കൂടി കെയർ ചെയ്ത് കൊണ്ടു നടക്കണം എന്നുള്ളവർക്കൊക്കെ ഇനിയിപ്പോൾ ലുക്കും വേണമെന്നുള്ള രീതിക്ക് ഈ ഒരു എഞ്ചിൻ കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് എന്താ പറയുള്ളത്, എനിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഞാൻ വെച്ചായിരുന്നു, എൻ്റെക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചത് ഈ എഞ്ചിൻ കാർഡ് വെച്ചിട്ടാണ്. അപ്പോൾ
എഞ്ചിൻ കാർഡ് എല്ലാവർക്കും അത്രയും ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പോൾ നമ്മൾ അധികം യൂസ് ചെയ്ത് പഴയ സെറ്റ് ടൈപ്പ് ആണല്ലോ, എല്ലാവരും അതാ യൂസ് ചെയ്യുന്നത്. വെറൈറ്റി സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഈ മെയിനായിട്ട് ചേഞ്ച് ഉണ്ടെന്ന്, അതെ മെയിനായിട്ട് ചേഞ്ച് ഉണ്ടെന്ന്. ഞാൻ എൻ്റെ വണ്ടിയിലും ഈ ഒരു സാധനമാണ് എന്ത് ചെയ്ത് പെയിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒന്നാമത് പറയുമ്പോൾ മാക്സിമം ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് എഞ്ചിൻ എയറിൻ്റെ ഫ്ലോ ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക, പിന്നെ ഒരു ചേഞ്ച് മൊത്തത്തിൽ വണ്ടീൻ്റെ സ്പെക്കൊക്കെ മാറ്റുക എന്നുള്ള രീതിക്കുള്ള ഒരു ചേഞ്ച്. ഈ 2 കാര്യം വിചാരിച്ചാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാധനം വണ്ടിയിൽ പെട്ടെന്ന് മൈസ്പെയർ.in മെസ്സേജ് മതി. ലാസ്റ്റ് എന്താ പറയുക റിവീൽ ചെയ്ത 2 വണ്ടി ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിലുള്ള ഒരു വണ്ടിക്കാണ് നമ്മൾ പറഞ്ഞ ആ ഒരു അണ്ടർവെല്ലി സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 വണ്ടി വർക്ക് എടുത്ത ആരാന്ന് വെച്ചാൽ ഈ 2 മഹാന്മാരാണ്. ഈ ഒരു വണ്ടി രണ്ടും പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്തത് ഇവർ രണ്ടാളാണ്. അപ്പോൾ ഇവർക്കൊരു പേജ് ഉണ്ട്, എന്തേനി ഹോം ഗാരേജ്. അപ്പോൾ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും അല്ലേ. അപ്പോൾ വേറെയും കുറേ വണ്ടികൾ ചെയ്തില്ലേ, അപ്പോൾ ജസ്റ്റ് അതിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ ഹോം ഗാരേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പേജിൽ ജസ്റ്റ് കയറി നോക്കിയാൽ മതി. നിങ്ങളെ അഭിപ്രായം പറ ഈ ഒരു വണ്ടീൻ്റെ ഇതിലേതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട്. ഈ വണ്ടീൻ്റെ പേര് പറഞ്ഞാൽ ആരുണ്ടാക്കിയേ എൻ്റെ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും പേരിട്ടുണ്ട്. എന്താണ് പേര്? സുൽത്താൻ. ലാവൻഡർ കളർ ഈ ഒരു വണ്ടിന്റെ പേര്. ഇരുപച്ചങ്ങാടി ഒന്നായിട്ട് സുൽത്താൻ വണ്ടി തയ്ച്ചാൽ ഇതാണ്. അപ്പോൾ വണ്ടി രണ്ടും എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവലെ വണ്ടി ആ റിവീലിങ്ങിന് പോയിട്ടാണ് ഞാനിപ്പോൾ വണ്ടി പെയിന്റ് അടിച്ചുകൊണ്ട് വണ്ടി കണ്ടിട്ട് വണ്ടി ഒന്നുപാടി വർക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂഡ് വരാം. കാരണം എന്താ വെച്ചാൽ ഇവലെ വണ്ടിൻ്റെ ഇടയിലൊന്നും വണ്ടി കൊണ്ടേക്കാൻ വയ്യ. നമ്മളെ വണ്ടി എത്രക്കും അടുത്തേക്ക് എത്തൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ സ്ഥാപിത്തിന് വണ്ടി നമ്മളൊക്കെ മാറിക്കേണ്ടി വരും. അതപ്പോൾ അവസ്ഥ, നമ്മൾ താഴ്ന്നു പോകും. അങ്ങനൊന്നുമില്ല, ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ അറിയില്ല. ഞാൻ ഇൻ്റർനായിട്ടുള്ളൊരു രീതിക്ക് എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം അത്രയല്ലേ ഉള്ളൂ, നമുക്ക് അതിൻ്റെ പേ ചെയ്താലോ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അതിൻ്റെ പേരായിട്ട് പോവാണ്. അപ്പോൾ ഇനി ഒപ്പന പറയും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം സുഹൃത്തുക്കളെ.